ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതൊക്കെ ശരിയാണ് മോനെ, നിന്റെ ഡ്രസ്സ് പൊക്കിയെടുക്കടാ. കണ്ടോ, ശാഖാപരമായി ഈ വിഷയത്തെ സംസാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, 1 ഇഞ്ച് താഴെ വന്ന നരകവും 1 ഇഞ്ച് മേലെ വന്ന സ്വർഗവുമാണെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് പറയുന്ന കിബറന്മാരോട് എന്തേ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉസൂൽ മനസ്സിലായില്ലേ? ഖുർആൻ പറഞ്ഞില്ലേ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تصعر خدك للناس ولا تمش في الأرض مرحا إن الله لا يحب كل مختال فخور. സ്നേഹധരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, റഹ്മാനും റഹീമുമായ നാം ഓരോരുത്തരെയും നാം അറിയാതെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന യഥാർത്ഥ വിജയികളിൽ, ഭാഗ്യവന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ആധുനിക മാധ്യമങ്ങളിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന അതീവ ദയനീയമായ വേദനയുണ്ടാക്കുന്ന വാർത്തകൾ
മനസ്സ് പിടയുന്ന വാർത്തകൾ നമ്മളെല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരാണ്. ചൂരൽമലയിലും മുണ്ടക്കയിലും വിലങ്ങാടുമൊക്കെ സംഭവിച്ച ഉരുൾപൊട്ടലുകൾ, അതിലൂടെ ഉണ്ടായ പ്രയാസങ്ങൾ നമ്മുടെ ഉള്ളിനെ ഉലച്ചു കളയുന്നതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മയ്യത്തുകൾ മറമാടുന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. ധാരാളം പേരുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. തിരിച്ചറിയപ്പെടാത്ത മൃതശരീരങ്ങൾ ഒട്ടനവധിയാണ്. പലതരത്തിലുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരിക്കാം. അപകടത്തിൻ്റെ കാരണങ്ങൾ പലതുമാകാം. നടന്ന പരീക്ഷണം അള്ളാഹുവിൻ്റെ ശിക്ഷയോ പരീക്ഷണമോ ആകാം. എന്തായിരുന്നാലും ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള മനുഷ്യർക്ക് വലിയ വലിയ ചിന്തകൾ നൽകുന്നതാണ് ഈ അതിദാരുണമായ സംഭവം. മനുഷ്യരിപ്പോഴും പലതിൻ്റെയും പേരിൽ അഹങ്കരിച്ച് നടക്കുകയാണ്. ഒന്നും വിട്ടുകൊടുക്കുവാനും താഴ്ന്നു കൊടുക്കുവാനും വെള്ളിയാഴ്ച ഖുത്ബ കേൾക്കുന്ന ആളുകൾ വരെ പലരും തയ്യാറാകുന്നില്ല എന്നുള്ളത് സങ്കടകരമായൊരു കാര്യമാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് ചിലത് പറയുന്നത്. അവിടെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയ ഒരു അലമാറയിൽ നിന്ന് ലഭിച്ച ഒരു കടലാസ്, ഒരു പരാതിക്കത്താണ്. സോഷ്യൽ മീഡിയയിൽ അത് വൈറലായി. അതിലെഴുതിയിരിക്കുന്നത് 2 വീട്ടുകാർ തമ്മിലുള്ള അതിര് തർക്കമാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. വർഷങ്ങളായി അതിൻ്റെ പേരിൽ കേസുകളായി പരിവട്ടങ്ങളായി നടക്കുകയാണ്. പറഞ്ഞു വന്നത്, ആ ഏതൊരു സ്ഥലത്തിന് വേണ്ടിയാണോ അവർ തർക്കം കൂടിയത്, ഇന്നവിടെ സ്ഥലമില്ല. ആളുകൾ ജീവനോടെ ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. അല്ലാഹു ആലം. ഇങ്ങനെ പലതിൻ്റെയും പേരിൽ ആർക്കും വിട്ടുകൊടുക്കാതെ വാശിയും പരിവട്ടവുമായി നടക്കുന്ന വലിയൊരു ജനസമൂഹം നമ്മുടെക്കിടയിലുണ്ട്. അതിരുതർക്കം, എന്തോ ഒരു വാക്കിൻ്റെ പേരിലുണ്ടായ പിന്നീടുണ്ടായ സംസാരം, കുടുംബ പ്രശ്നങ്ങൾ, ബിസിനസ് ഇഷ്യൂസുകൾ, ഭൗതികപരമായ കാര്യങ്ങൾ, അങ്ങനെ ചുരുക്കാം. ഇതിൻ്റെയൊക്കെ പേരിൽ പിണങ്ങിയും തമ്മിൽ തെറ്റിയും മനുഷ്യരിങ്ങനെ വാശിയും പരിവട്ടവുമായി നടക്കുന്നൊരു കാഴ്ച ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ എന്നോടെന്ന പോലെ ചോദിക്കാനുള്ളത്, ഇത് പറയുമ്പോൾ ഞാൻ ആ വിഷയത്തിൽ സംശുദ്ധനായിരിക്കണമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സംഭവങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ബുദ്ധിയുള്ളവരോട്, മാറി ചിന്തിക്കാൻ സമയമായിട്ടില്ലേ നമുക്ക്? മറ്റുള്ളവരോടുള്ള അഹങ്കാരവും കുശുമ്പും എത്ര നാൾ ബാക്കി നിൽക്കും? ഉറ്റവരോടും ഉടയവരോടും ഇനിയും എത്ര നാൾ നമുക്ക് പിണങ്ങി നിൽക്കാൻ സാധിക്കും?
വിദ്വേഷവും പകയുമായി എത്ര നാൾ നമ്മൾ നടക്കും? ഇതൊക്കെ ചില ചോദ്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞു തീർക്കാൻ ഇനിയൊരു നാൾ നമ്മൾ വിചാരിച്ച അത്ര സമയം നമുക്ക് അല്ലാഹു ആയുസ് നീട്ടിത്തരുമെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി എഴുതാൻ സാധ്യമാണോ? അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ബാധ്യത നിർവഹണമെന്നുള്ള രൂപത്തിൽ ഞാൻ പറയുകയാണ്, അഹങ്കാരങ്ങളും വാശിയുമെല്ലാം പതിയെ നമ്മൾ മാറ്റിവെക്കുക. വയനാടുണ്ടായ സംഭവം നമുക്ക് തിരിച്ചറിവ് നൽകേണ്ടത് അതാണ്. എത്രത്തോളം നമ്മൾ വിനയം കാണിക്കുന്നുവോ, പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു നന്മയ്ക്ക് വേണ്ടി താഴ്ന്നു കൊടുക്കുന്നുവോ, അത് അല്ലാഹു അവൻ്റെ അടിമകളിൽ നിന്ന് താല്പര്യപ്പെടുന്ന ക്വാളിറ്റിയാണ്. വിശുദ്ധ ഖുർആനിലെ ശ്രദ്ധേയമായ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ, 25-ാം അധ്യായം. ആ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിൻ്റെ ചില പ്രത്യേക അടിമകളെ ഇബാദുർ റഹ്മാൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവരെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് ഖുർആൻ പറഞ്ഞത് വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർള് വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. വഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ യഥാർത്ഥ അടിമകൾ ആരാണ്? അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അല്ലദീന യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിലൂടെ വിനയത്തോടെ നടക്കുന്നവരാണ്. വഇദാ ഖാത്തബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ, ഒരവിവേകി അവരോട് തർക്കിക്കാൻ വേണ്ടി വന്നാൽ സമാധാനം നിന്റെ മേലുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ സംസാരിക്കാതെ അവിടുന്ന് പോകുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ അടിമകൾ. തർക്കങ്ങൾ കുറക്കുക, പരസ്പരമുള്ള വാക്കേറ്റങ്ങളും കയ്യേറ്റങ്ങളും ഇല്ലാതാക്കുക, അത് പരമകാരുണ്യകന്റെ അടിമകളുടെ ക്വാളിറ്റിയാണെന്ന് അള്ളാഹു പറയാൻ. അതുകൊണ്ട് നാം അഹങ്കാരം വെടിഞ്ഞ് മറ്റുള്ളവരോട് വിനയം കാണിച്ചാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, ലഭിക്കാനുണ്ട്. എന്തെന്നറിയോ? സ്വർഗം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നാളെ പരലോകത്ത് വിചാരണ കഴിഞ്ഞ് ഹസീബായ റബ്ബിൻ്റെ ഹിസാബ് കഴിഞ്ഞ് സ്വർഗനരകങ്ങളിലേക്ക് റിസൾട്ട് കിട്ടി നിൽക്കുന്നൊരു മനുഷ്യൻ, എല്ലാ രംഗവും അവൻ ഓക്കെയാണ്, ഇബാദത്തുകൾ ഓക്കെയാണ്, സ്വതക്കയുടെ വിഷയത്തിൽ ഒന്നും പറയാനില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ 2 കാര്യങ്ങളിൽ മനുഷ്യൻ അവിടെ വിയർക്കേണ്ടി വരുമെന്നാണ്. എല്ലാം ഓക്കെ ആയാലും അതിലൊന്ന് അമാനത്താണ്, മറ്റൊന്ന് ബന്ധങ്ങളാണ്. തമ്മിൽ തെറ്റി നടക്കുക, പിണങ്ങി നടക്കുക, അതും തൗഹീദുള്ളവർ, സുന്നത്തിനെ അംഗീകരിക്കുന്നവർ, ഒരു കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കുന്നവർ, ഒരു ഹബീബായ പ്രവാചകൻ്റെ അനുയായികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ എത്ര നല്ലവരായിട്ട് എന്താ കാര്യം? ഈ രംഗം ക്ലിയർ ആയില്ലെങ്കിൽ കാര്യമില്ല കൂട്ടരെ. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നിങ്ങൾ എത്രത്തോളം മറ്റുള്ളവരുടെ മുന്നിൽ താഴ്ന്നു കൊടുത്താൽ, വിനയം കാണിച്ചാൽ, അള്ളാഹു നിങ്ങളുടെ പദവി ഉയർത്തും. വഹിയല്ലേ അത്? ഹക്കല്ലേ അത്? മാ നഖസത സദഖത്തും മിൻ മാലിൻ, നിങ്ങളാ മറ്റുള്ളവർക്ക് ധർമ്മം കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് കുറയുന്നില്ല. ഇത് മനസ്സിൽ സെറ്റ് ചെയ്ത ആൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇങ്ങനെ പിശാച് പറയും, മോളെ പഠിപ്പിക്കാനുള്ളതാണ്, അപ്പുറത്ത് കൊടുക്കാനുള്ളതാണ്, ഇങ്ങോട്ട് കൊടുക്കാനുള്ളതാണ്. പക്ഷേ അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് കുറയൂല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ആ സമ്പത്ത് തന്ന റബ്ബ് പറയാൻ. രണ്ടാമത്തേത് എന്താണെന്നറിയാം? ഹദീസിൻ്റെ وما زاد الله عبدا بعفو إلا عزا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ വിട്ടുവീഴ്ച ചെയ്തു കഴിഞ്ഞാൽ അവൻ ഇസ്സത്ത് വർദ്ധിപ്പിക്കും. ഇസ്സത്ത് എന്ന് പറഞ്ഞ പ്രതാപം എന്നാണ്. അത് നമുക്കൊക്കെ വേണം. മൂന്നാമത് പറഞ്ഞെന്താ അറിയോ? വമാ തവാല അഹദുൻ ഇല്ലാ ലില്ലാ ഇല്ലാ റഫഅഹ അല്ലാഹ്
ആരാണോ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത് അള്ളാഹ് അവനെ ഉയർത്താതിരിക്കില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് കഴിയട്ടെ, ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്ന വ്യക്തിയാണല്ലോ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിലൂടെയും അല്ലേ ധൃതി പിടിച്ച് വിളിക്കപ്പെടുന്ന മഹാനായ ഈമാനിൻ്റെ നിറകുടമായ സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, വജദ്നൽ കറമ ഫിത്തഖ്വ വൽ ഗിന ഫിൽ യഖീൻ. 3 കാര്യങ്ങൾ. രണ്ടാമത്തെ അതാണ് വശറഫ ഫിത്തവാളുഇ. ഒന്ന് പറഞ്ഞ എന്താണ്? വജദ്നൽ കറമി ഫിത്തഖ്വ, നാം സൂക്ഷ്മതയിൽ ഔദാര്യവും, വൽ ഗിന ഫിൽ യഖീൻ, ദൃഢവിശ്വാസത്തിൽ ഐശ്വര്യവും, വശറഫ ഫിത്തവാളുഇ, വിനയത്തിൽ ഔന്നിത്യവും കണ്ടെത്തിയവരാണ്. 3 കാര്യങ്ങൾ. സൂക്ഷ്മതയിൽ ഔദാര്യം കണ്ടെത്തി, ദൃഢവിശ്വാസത്തിൽ ഐശ്വര്യം കണ്ടെത്തി, വിനയത്തിൽ ഔന്നിത്യം കണ്ടെത്തി. വിനയം, അതൊക്കെയായിരുന്നു കൂട്ടരെ മുൻഗാമികളെ തിളക്കമുള്ളവരാക്കിയത്. സൽസ്വഭാവവും വിനയവും ഒക്കെ അവരൊരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടുപോയി. നോക്കൂ നിങ്ങൾ, വിനയത്തിൻ്റെ വിപരീതമാണല്ലോ കിബർ, അഹങ്കാരം. ആ വിനയം കൈമുതലാക്കിയവർക്ക് മാത്രമേ അഹങ്കാരത്തെ ജീവിതത്തിൽ നിന്ന് തുരത്താൻ സാധ്യമാവുകയുള്ളൂ. മാലിക് ബിൻ ദീനാർ റഹിമഹുല്ലാ പറയുന്നതായി കാണാം, ഇഹ്ബിസ് സലാസൻ ബിസലാസിൻ ഹത്താ തകൂന മിനൽ മുഅ്മിനീൻ. യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ 3 കാര്യങ്ങളെ കൊണ്ട് നീ മുറുകെ പിടിക്കുക. നീ യഥാർത്ഥ വിശ്വാസിയാകണോ? നമ്മൾ എന്തിൻ്റെയും ഏറ്റവും ബെറ്ററായിട്ടുള്ള മേഖലകൾ തേടി പിടിക്കുന്ന ആൾക്കാരല്ലേ. ഒരു വണ്ടി ഉപയോഗിക്കുന്നുണ്ടോ, ബെറ്ററാകണം. ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെയാകണം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വരെ, ചെരുപ്പിൻ്റെ കാര്യത്തിൽ വരെ, കുടുംബ വിഷയത്തിൽ, ജോലി വിഷയത്തിൽ ഒക്കെ നമ്മൾ ഏറ്റവും ബെറ്റർ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്നാൽ പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഒരാൾക്ക് വേണ്ട അനിവാര്യമായ കാര്യമാണ് ലാ യദ്ഖുലുൽ ജന്ന ഇല്ലൽ മുഅ്മിനൂൻ. സ്വർഗത്തിലേക്ക് വിശ്വാസികളല്ലാതെ കിടക്കൂല. യഥാർത്ഥ വിശ്വാസിയാകണോ, 3 കാര്യങ്ങളെ ഇഹ്ബിസ്, നീ മുറുകെ പിടിക്കണം എന്നാണ് മാലിക് ബിൻ ദീനാർ. ഇന്ത്യയിലേക്കൊക്കെ കച്ചവടവുമായി ദഅവത്തുമായൊക്കെ വന്ന മഹാരഥനായ സലഫിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, അതിലൊന്ന് പറഞ്ഞത് അൽ കിബ്റു ബിത്തവാളു, വിനയം കൊണ്ട് അഹങ്കാരത്തെ നീ പ്രതിരോധിക്കുക. വിനയം കൊണ്ട് അഹങ്കാരത്തെ നീ പ്രതിരോധിക്കുക. വൽ ഹിർസു ബിൽ ഖനാഅ, അതുപോലെ തന്നെ തൃപ്തി കൊണ്ട്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ആർത്തിയെ നീ മാറ്റിവെക്കുക. ഒരു മനുഷ്യൻ യഥാർത്ഥ സമാധാനം കിട്ടുന്നതിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ കുറച്ച് ടിപ്സുകളിൽപ്പെട്ട ഒന്നാണെന്നറിയോ? അല്ല തന്നതുകൊണ്ട് സമാധാനമടയുക. മറ്റുള്ളവരിലേക്ക് നോക്കിയിട്ട് ഓൽക്ക് അതുണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറയാൻ നിന്നാൽ ജീവിതം സമാധാനമില്ലാതെയായി പോകും. അതുകൊണ്ട് മാലിക് ബിൻ ദീനാർ രണ്ടാമത് പറഞ്ഞെന്താ? തൃപ്തി കൊണ്ട് ആർത്തിയെ തുരത്തുക. മൂന്നാമത് പറഞ്ഞത് എന്താണ്? വൽ ഹസദു ബിൻ നസീഹ, ഗുണകാംക്ഷ കൊണ്ട് അസൂയയെ മാറ്റിവെക്കുക എന്നാണ്. ഈ 3 നിന്നിലുണ്ടോ, നീ യഥാർത്ഥ സത്യവിശ്വാസിയാകും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അഹങ്കാരവും ആർത്തിയും അസൂയയുമാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നത്. പരസ്പരം രക്തം ചിന്തുന്ന അവസ്ഥയിലേക്ക് വരെ മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നത് എന്നാണ്. അവ അവസാനിപ്പിക്കാനുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ഇപ്പം അവസാനമായി നടന്ന ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശത്തും വയനാട് ജില്ലയുടെ പല സ്ഥലങ്ങളിലും മുൻകാലങ്ങളിലുമൊക്കെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നല്ല അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിലോ അല്ലാഹ് പറഞ്ഞു അത് നീ വെടിയണം, അത് നിനക്ക് പറ്റൂല. വിശ്വാസിയോടെ മഹാനായ ലുക്മാനുൽ ഹക്കീം എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ 31-ാം അധ്യായം തൻ്റെ മകനോട് കൊടുത്ത ഒരുപാട് ഉപദേശങ്ങളിൽപ്പെട്ട അവസാന ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണെന്ത്? അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം ഓതിയത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹാ
ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മോനെ വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, ജനങ്ങളോട് നിന്റെ മുഖത്തെ നീ കോട്ടിക്കളയല്ലേ, തിരിച്ചു കളയല്ലേ മകനെ. ദേഷ്യത്തോടെ കിബറോടെ നീ മുഖത്തെ തിരിച്ചു കളയല്ലേ, മുഖത്തെ കോട്ടല്ലേ. വലാ തംശി ഫിൽ അർളി മർഹാ, നീ നിന്റെ നടത്തത്തിൽ കിബറ് കാണിക്കല്ല, അഹന്ത കാണിക്കല്ല. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹന്ത കാണിക്കുന്ന ആരെയും അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല. ചെറുപ്പം മുതലേ അഹങ്കാരം എന്ന വൈറസിനെ തുരത്തണം എന്ന സന്ദേശമാണ് തൻ്റെ മകന് ലുക്മാനുൽ ഹക്കീം കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ റസൂല് പറയാണ്, ഒരു കടുക് മണിയോളം നിന്നിൽ അഹങ്കാരം കടന്നു വന്നു കഴിഞ്ഞാൽ നിന്റെ സ്വർഗമാണ് നിനക്ക് നഷ്ടപ്പെടുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്ലീസ്. ഇബ്ലീസ് നല്ലവനായിരുന്നു. മുഖറബീങ്ങളായ മലക്കുകളുടെ കൂടെ തസ്ബീഹ് നിർവഹിച്ച് സുജൂദ് നിർവഹിച്ച് അല്ലാഹുവിനെ ആരാധിച്ച് നടക്കുന്ന ഒരു സൃഷ്ടിയായിരുന്നു. പക്ഷേ അവനെ പിഴപ്പിച്ചത് അഹങ്കാരമാണ്, അവനെ നരകത്തിൻ്റെ വിറകാക്കിയത് അഹങ്കാരമാണ്. ഖുർആൻ പറഞ്ഞില്ലേ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് മാറി നിന്നു. അതിലൂടെ അല്ലാഹ് അവനെ പിഴപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ ഇത്ര വരെ നേരിട്ട് പറഞ്ഞില്ലേ, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. നീ ആരുടെ മുന്നിൽ എന്ത് കിബർ കാണിച്ചാലും അഹങ്കാരം കാണിച്ചാലും അത് നിന്റെ മനസ്സിൽ ഒരു കടുക് മണിയോണമാണോ, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് കടക്കില്ല. അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ചിലരോട് ചിന്തിക്കുന്നുണ്ടാവും, ഉസ്താദ് എന്താണ് ഈ അഹങ്കാരം? അത് പറഞ്ഞില്ല. എന്താണ് ഈ അഹങ്കാരം? അല്ലാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞു സ്വഹീഹ് മുസ്ലിമിലെ 91. എന്താണ് അഹങ്കാരം? റസൂലുള്ള പറഞ്ഞു, അൽ കിബ്റു ബത്റുൽ ഹഖ് വഗംതുൻ നാസ്. കിബർ എന്ന് പറഞ്ഞാൽ സത്യം കേട്ടാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സില്ലായ്മയാണ്. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുണ്ടല്ലേ. മുത്തുനബി പറഞ്ഞ എന്തിനെയെല്ലാമാണ് നമ്മൾ മാറ്റിവെക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി. വിശ്വാസി ആരാണ്? അവൻ്റെ മാതാപിതാക്കളെക്കാളും അവൻ്റെ വീടിനേക്കാളും അവൻ്റെ ജോലിയേക്കാളും അവൻ്റെ ഇണകളെക്കാളും അവൻ്റെ ഇഷ്ടജനങ്ങളെക്കാളും 8 കാര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ഈ 8 കാര്യങ്ങളെക്കാൾ അവർ ഇഷ്ടപ്പെടുന്നത് അല്ലാഹയെയാണ്. അതിൽ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാമുണ്ട്. അതിനേക്കാളെല്ലാം അവർ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെയാണ്, റസൂലിനെയാണ്, അവരുടെ മാർഗത്തിലുള്ള ജിഹാദിനെയാണ്. ഇതൊക്കെ എത്രയോ തവണ കേട്ടിട്ടും എന്തെല്ലാമാണ് നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നതല്ലേ. സുബഹി ജമാഅത്തിന് പള്ളിയിലില്ല, ജമാഅത്തുകൾക്ക് പള്ളിയിലെത്തുന്നില്ല, ഏഷണിയാണ് പല രംഗങ്ങളിലും, പരദൂഷണമാണ് പല രംഗങ്ങളിലും, അയൽപ്പക്കക്കാരോട് ദേഷ്യത്തിലാണ്, പിണക്കത്തിലാണ്, ഭാര്യയോട് വളരെ മോശപ്പെട്ട രൂപത്തിലാണ് ഇടപെടലുകൾ. അവർക്ക് ഞാൻ അന്നം കൊടുക്കുന്നുണ്ടല്ലോ, അവൾക്ക് ഞാൻ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ടല്ലോ, എന്തിൻ്റെ കുറവാണെന്ന് ചോദിക്കുന്നവരെ സ്നേഹം കൊടുക്കുന്നുണ്ടോ നിങ്ങൾ? ഭർത്താക്കന്മാരെ തലവേദന പിടിപ്പിക്കുന്ന ഭാര്യമാരുണ്ടോ? ഈ രംഗങ്ങൾ അങ്ങനെ എടുത്തു നോക്കിയാൽ എല്ലാം തന്നെ സത്യത്തെ നിരാകരിക്കലാണ്. അൽ കിബ്റു ബത്റുൽ ഹഖ്, അൽ കിബ്റു ബത്റുൽ ഹഖ്, നന്മ സത്യത്തെ നിരാകരിക്കലാകുന്നു കിബർ. വഗംതുന്നാസ്, വഗംതുന്നാസ്, ജനങ്ങളെ ചെറുതായി കാണുക, ജനങ്ങളെ കൊച്ചായി കാണുക, ഇതൊക്കെയാണ് അഹങ്കാരമായി പഠിപ്പിക്കപ്പെട്ടത്. റസൂലുള്ളാഹിയുടെ സഹാബികൾ ചോദിച്ചു, നബിയെ, നല്ല ചെരുപ്പ് ധരിക്കൽ കിബറാണോ? നല്ല ഡ്രസ്സ് ധരിക്കൽ കിബറാണോ? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ല, അതൊക്കെ ഒരാളെ കഴിവിനനുസരിച്ച് ആൾക്ക് ചെയ്യാം. കാരണം അള്ളാഹു ഭംഗിയുള്ളവനാണ്, യുഹിബ്ബുൽ ജമാൽ, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബുന വശഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ല കിബർ.
കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം കേട്ടിട്ടും കാലങ്ങളായിട്ടത് അറിയാം, തെറ്റാണത്, എന്നാലത് ചെയ്യാം അല്ലേ? ചില കല്യാണ വീടുകളിലൊക്കെ ചെന്നാൽ കാണാം, പവിത്രമായ ഒരു ഇബാദത്തായ ഒരു സൽക്കർമ്മമായ ആ വീടുകളിൽ, ആ സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാം, അല്ലാഹ് വിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഒട്ടനവധി വചനങ്ങളിൽ പറഞ്ഞ, ആയത്തുകളിൽ പറഞ്ഞ മ്യൂസിക് ഇങ്ങനെ നടമാടുക. കാസർഗോഡ് ജില്ലയുടെ കല്യാണങ്ങളിലൊക്കെ അതിങ്ങനെ വല്ലാതെ നടമാടുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഒരു സുപ്രഭാതത്തിൽ അല്ലാഹ് എന്നെ ഇവിടെ എത്തിച്ചിട്ട് ഞാനിത് പറയാതെ പോയാൽ അല്ലാഹ് എന്നോട് ചോദിക്കും. ചില ആൾക്കാർ പറയും, ഉസ്താദ് നമ്മളത് വെക്കലില്ല. ശരി, അത്തരം സദസ്സിൽ പങ്കെടുക്കലോ അതും തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്താ അറിയോ, ഒരു ഖതീബ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അത്തരം സദസ്സിലേക്ക് ഞങ്ങളെപ്പോലത്തെ നിങ്ങൾ വിളിക്കരുത്. സ്നേഹത്തോടെ പറയാം, നിങ്ങൾ കിബറാണെന്നെങ്കിൽ കിബറാണെങ്കിൽ കൂട്ടിക്കോളി, എന്തും കൂട്ടിക്കോ. അത്തരം സദസ്സിലേക്ക് വിളിക്കരുത്, താല്പര്യമല്ല. ഇനി അത്രയും ഒരു ഖതീബിനെ കൊണ്ട് കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പള്ളിക്ക് വന്നോളി. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൻ്റെ എത്ര വചനങ്ങളിലാണ് പറഞ്ഞത് മ്യൂസിക് ഹറാമാണ് സഹോദര സഹോദരി, അല്ലേ? അതൊരു സത്യമല്ലേ? അതൊരു വഹിയല്ലേ? അത് സ്വീകരിക്കണില്ലെങ്കിൽ നമ്മുടെ പേരെന്താ? ഞാൻ നെറ്റിൻ്റെ എഴുതി ഒട്ടിച്ചില്ലെങ്കിൽ അത് കിബറാണ്. അത് ഇത്തിരി ജീവിതത്തിൽ വന്ന സ്വർഗത്ത് പോകില്ല. അത് നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കോളി. ഇതൊക്കെ പറയുന്നവരെ പഴഞ്ചന്മാരായി മുദ്ര കുത്തും, കുഴപ്പമില്ല. പക്ഷെ മുസ്ലിമിന് കുറേ ജീവിതത്തിൽ ക്ഷമിക്കാനും സഹിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ചാലും സഹിച്ചാലും സ്വർഗത്ത് പോകുള്ളൂ. കാരണം ഇത് മുഅ്മിനിൻ്റെ ജയിലാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ, ജന്നത്തുൽ കാഫിർ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതുപോലെ വസ്ത്രം നിര്യാണിക്ക് താഴെ കൊണ്ടിടുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അവൻ കിബറനാണ്. ഞാൻ കിബറിൻ്റെ പേരിലല്ല എന്ന് പറഞ്ഞാലും കിബറാണ്. ഒരു പുരുഷൻ്റെ ഡ്രസ് കോഡ് എന്താ? മാക്സിമം പോയാൽ നിര്യാണി വരെ, കാൽമുട്ടിൻ്റെയും നിര്യാണിയുടെയും ഇടയിലാണ് അവൻ്റെ ഡ്രസ്സ്. പക്ഷെ എത്ര യുവാക്കളാണ്, എത്ര പുരുഷന്മാരാണ് അല്ലേ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാതെ അതിങ്ങനെ നിര്യാണിൻ്റെ താഴെ, പാൻറ്റിൻ്റെ താഴെ. സഹോദരൻ, നിന്റെ നിസ്കാരം സ്വീകരിക്കില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ലാ യൻദുറുല്ലാഹ് ഇലാ മൻ ജറ സൗബഹു ഖുയല. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചവൻ്റെ നേരെ റബ്ബിൻ്റെ കടാക്ഷമില്ല നാളെ. റബ്ബിൻ്റെ നോട്ടം പോലും ഇല്ല. അതുകൊണ്ടാണ് ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വരും. ചില വക്കും തെല്ലും കടിച്ച് മുസ്ലിം ആകാതെ ഉദ്ഖുലു ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരിക. സഹോദരങ്ങളെ, ഇതാണ് ഇത്തരം ദുരന്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന കുറേ സന്ദേശങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ പറഞ്ഞു പോകലല്ലോ ചെയ്തിട്ടുള്ളത്. കാലിന് സുഖമില്ലാത്തൊരു സഹാബി ഉണ്ടായിരുന്നു. അയാൾ ആ കാലിൻ്റെ വണ്ണക്കുറവ് കാണണ്ട വിചാരിച്ചിട്ട് നിര്യാണിയുടെ താഴെ ഡ്രസ്സ് ഇങ്ങനെ താഴ്ത്തിയിട്ട് നടക്കും. ഒരു സുപ്രഭാതത്തിൽ നബി അദ്ദേഹത്തെ കണ്ടു. നബി അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു, മോനെ എന്താണിത്? നിര്യാണിയുടെ താഴെ വസ്ത്രമാണല്ലോ, പൊക്കിയിട്ട് ഇർഫ സൗബക്, നിൻ്റെ വസ്ത്രം പൊക്ക്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എൻ്റെ ഒരു കാലിൻ്റെ വണ്ണം കുറവാ, ഞാനൊരു വികലാംഗനാണ്, ഹാൻഡിക്കേപ്പഡാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ നിൻ്റെ ഡ്രസ്സ് പൊക്കിയെടുക്കുക ആദ്യം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. അയാളത് ചെയ്തു. എന്നിട്ട് നബി പറഞ്ഞു, നിൻ്റെ ഈ വണ്ണം കുറഞ്ഞ കാലിനുമുണ്ടൊരു ഭംഗിയെന്ന്. അള്ളാഹ് സൃഷ്ടിച്ചതിലെല്ലാം ഭംഗിയാണ്. 11 കുത്തല്ലേ നമ്മുടെ നേതാവായ ഉമർ തങ്ങൾക്ക് കിട്ടിയത്? കുത്ത് കിട്ടിയ ഹോളിലൂടെ കുടിക്കാൻ കൊടുത്ത അല്ലേ പാനീയങ്ങൾ പുറത്തു പോകുന്നതാണ്. അബൂ ലുഅ്ലുഅ അൽ മജൂസിയുടെ കുത്ത് കിട്ടി. അവനറിയാം ഉമറിനെ കുത്താൻ പറ്റിയ സമയം നിസ്കാരത്തിലാകുമ്പോഴാണ്. കാരണം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഉമറിനെ കാണേണ്ട ഒരു കാഴ്ചയാണ്. ഇത് കേട്ടിട്ടും നമ്മൾ ഇനി നിര്യാണിൻ്റെ താഴെ ഡ്രസ്സ് എടുക്കണവരാണെങ്കിൽ നമ്മളെ ഈമാൻ നല്ലോണം ടെസ്റ്റ് ചെയ്യണം. സഹോദര, ഇസ്ലാം പഠിപ്പിച്ചതിലൊക്കെ ഭംഗിയുണ്ട്. ഉമറുള്ളാഹിൻ്റെ അടുക്കലേക്ക് ഒരു യുവാവ് അദ്ദേഹത്തെ മരണത്തിൻ്റെ സമയത്ത് കാണാൻ വേണ്ടി വന്നപ്പോൾ അല്ലേ അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാമല്ലോ, കാരണം എത്ര തവണയാണ് നബിയും അബൂബക്കറും ഉമറും എന്ന് നബി ചേർത്ത് പറഞ്ഞിട്ടുള്ളത്? എത്ര തവണ? നബിയുടെ കൂടെ ചേർത്ത് പറയാൻ മാത്രം മഹത്വമുള്ള വ്യക്തിയല്ലേ നിങ്ങൾ? പല തവണ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച വ്യക്തിയല്ലേ ഉമറും ഫിൽ ജന്ന എന്ന്? അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷവാനായി മരിക്കാൻ. ഇപ്പോൾ ഇതാ ഒരു ഷഹീദിൻ്റെ പദവിയിലാണ് താങ്കൾ.
ഉമർ റളിയല്ലാഹു പറഞ്ഞു, അതൊക്കെ ശരിയാണ് മോനെ, നിന്റെ ഡ്രസ്സ് പൊക്കിയെടുക്കടാ. കണ്ടോ, ശാഖാപരമായി ഈ വിഷയത്തെ സംസാരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരിഞ്ച് താഴെ വന്ന നരകവും ഒരിഞ്ച് മേലെ വന്ന സ്വർഗവുമാണെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് പറയുന്ന കിബറന്മാരോട് എന്തേ ഉമർ റളിയല്ലാഹു അൻഹു ഈ ഉസൂൽ മനസ്സിലായില്ലേ? ഇതൊക്കെ എന്താ അറിയോ, കിബറിനെ കുറിച്ച് പറയുമ്പോൾ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ് അല്ലേ. നിര്യാണിക്ക് താഴെ ഡ്രസ്സ് ധരിക്കൽ എന്താണ്? അഹങ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തോളിങ്ങൾ. ഖുതുബയാണ്, വിശാലമായി പറയാൻ കഴിയില്ല. ചില സാമ്പിളുകൾ ചിന്തിക്കുക, ജീവിതത്തിൻ്റെ നാനോന്മുഖമായ മേഖലകൾ. കാരണം നമുക്ക് വരാനിരിക്കുന്നത് പരലോകമാണ്. ഇത് നമ്മുടെ ലോകമല്ല. ഇത് നമ്മുടെ ലോകമായിരുന്നെങ്കിൽ നിരപരാധികളായ കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ മണ്ണിനടിപ്പെടൂലായിരുന്നു. വലിയ വലിയ സമ്പത്ത് നേടലാണ് ദുനിയാവിൻ്റെ ലക്ഷ്യമെങ്കിൽ വലിയ സമ്പത്തുള്ളവർ മരിച്ചു പോകൂലായിരുന്നു അല്ലേ? സഹോദരങ്ങളെ, ലോകം അടക്കി ഭരിക്കപ്പെട്ട ചില രാജാക്കന്മാരൊക്കെ മരിച്ചപ്പോൾ ഇതാ ഞാൻ പോകുകയാണെന്ന് ഉറപ്പായി. ഖുർആൻ പറഞ്ഞില്ലേ, കല്ല ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. ഞാൻ പോകുകയാണ് എന്ന് ഉറപ്പുള്ള സമയമുണ്ടല്ലോ, പിന്നെ നമ്മളെ മനസ്സുകൂടി, ആ മനസ്സിൻ്റെ ക്യാൻവാസ് കൂടി കുറേ കാര്യങ്ങൾ ഇങ്ങനെ മിന്നി മറയും. ഇല്ല, ഭാര്യ, കുട്ടികൾ അല്ലേ, സഹോദരങ്ങൾ എന്തൊക്കെ പോകുന്നറിയാം ആ സമയത്ത് മനസ്സുകൂടി. ചില ആൾക്കാരെ അങ്ങനെ മരണത്തെ മുഖാപം കണ്ടപ്പോൾ ലോകം മടക്കി ഭരിച്ചൊരു രാജാവ് ഉണ്ടായിരുന്നു. അയാൾ എഴുതി വെച്ചത്, എൻ്റെ ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് എൻ്റെ 2 കൈകൾ ഇങ്ങനെ ഇടണമെന്നാണ് പറഞ്ഞത്. ദാ ശൂന്യമായാണ് പോകുന്നത്, എന്നാൽ നിൻ്റെ കൂടെ ഉണ്ടാകും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, ഇൻകത അമലു എവരിത്തിങ് എന്നതിൻ്റെ അർത്ഥം എല്ലാം മുറിഞ്ഞു പോകും, 3 എണ്ണമല്ലാതെ. അതിൽ നിനക്ക് വേണ്ടി നീ ഉണ്ടാക്കിയെടുത്ത നല്ല പ്രൊഡക്റ്റായ ദീനുള്ള മക്കളുണ്ടതിൽ, നീ നേടിയെടുത്ത ഇൽമുണ്ടതിൽ, നീ ചെയ്ത അമലുകളുണ്ടതിൽ. അതുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ പ്രതിഭാസങ്ങളും ഈ പ്രകൃതിയുടെ സംഭവങ്ങളുമൊക്കെ നമുക്ക് നൽകേണ്ട സന്ദേശങ്ങൾ ഇതൊക്കെയാണ്. കാര്യങ്ങൾ കൂടുതൽ നല്ല രൂപത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ, വാശിയും പരിവട്ടവും മാറ്റിവെച്ച് കൂടുതൽ റബ്ബിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്കെല്ലാം ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുരിതഭൂമി നമ്മുടെ മനസ്സിൽ പലതും കൊണ്ടുവരുമ്പോൾ നാം മുറുകെ പിടിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് ക്ഷമ. അതിനെക്കുറിച്ച് ചെറിയ രൂപത്തിൽ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്നു, വിശദീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല. ക്ഷമ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അനിവാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം തകർന്ന് എല്ലാം കൊണ്ടും അങ്ങോട്ട് ഒരു പ്രളയം കൊണ്ടുപോയപ്പോൾ ദൈവനിഷേധികളായ ആളുകൾ, എത്തിസ്റ്റുകൾ ചോദിച്ചത് എന്താ? ഇതെന്ത് ദൈവമാണെന്നാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കത്തി കൊണ്ട് കീറി മുറിച്ചതുപോലത്തെ മുറിയായി ഇരിക്കുന്ന മനുഷ്യരോട് ചോദിക്കുകയാണ്, എന്നാൽ ഇനി ആ പ്രളയമല്ല, അതിൻ്റെ മേലുള്ള എന്ത് വന്നാലും ഒരു വിശ്വാസിയുടെ മനസ്സിൽ അള്ളാഹ് സെറ്റ് ചെയ്യാൻ പറഞ്ഞൊരു സെറ്റ് എന്താ പറയുക, എന്ത് വന്നാലും ക്ഷമിച്ചോ, പകരം ഞാൻ വേറെ തരും. ഇത് നൽകുന്ന നൗഫൽ ആരാ? ചൂരൽമലയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വാർത്ത കേൾക്കാനിടയായി. അദ്ദേഹത്തെ ഞാൻ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ഇണയെക്കുറിച്ച്, എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. അദ്ദേഹം നമ്മളെപ്പോലത്തെ ഒരു മനുഷ്യനെ കൂട്ടരെ, 46 വയസ്സ് അല്ലേ. ആ സഹോദരൻ പ്രവാസിയായിരുന്നു. അദ്ദേഹം അതിലൂടെ നേടിയെടുത്തതൊരു കുടുംബമാണ്, 2 നില വീടുമാണ്. നമ്മളെന്തിനാണ് ഈ എല്ലാം മറന്നിട്ടൊക്കെ പ്രവാസിയായത്? എന്തിനായിരുന്നു? നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ. എന്നാലേ നൗഫലിൻ്റെ എല്ലാം പോയി. ആ ടൺ കണക്കിന് ഭാരമുള്ള പാറകളും കുത്തിയൊഴുകി വന്ന മണ്ണും വെള്ളവും അല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ മുണ്ട് പിഴിഞ്ഞതുപോലെയുള്ള മരങ്ങളിങ്ങനെ ചവറായി പോയതുമൊക്കെ അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ 2 നില വീട് പോയി. ഇന്ന് അവിടെ വീടുണ്ടായിരുന്നെന്ന് പോലും അറിയില്ല, ആ ഫൗണ്ടേഷൻ പോലും ഇല്ല. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ 3 കുട്ടികൾ പോയി.
അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി, മാതാവ് പോയി. എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം? ക്ഷമിക്കൂ. ഇതാണ് ഇസ്ലാം. ക്യാൻസറിൻ്റെ 4ാമത്തെ സ്റ്റേജിലെത്തിയെന്ന് നമുക്ക് പറയാനുള്ള എന്താ? ഡോക്ടർ പറഞ്ഞു ഇനി വല്ലാതെ നിൽക്കൂല, ശരി ക്ഷമിക്കേ. കാരണം പ്രതീക്ഷയുടെ തെളിനീർ, ഒരു പെരുമഴ, ഒരു ശാന്തമായ ഒരു മഴ നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. അശദ്ദുൽ ബലാ അശദ്ദുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും പരീക്ഷിക്കപ്പെട്ടവർ പ്രവാചകന്മാരാണ്. അതേ ചൂരൽമലയിൽ നിന്നൊരാൾ പറഞ്ഞു, ഇതെൻ്റെ അനിയൻ്റെ വീട്, അവിടെ എൻ്റെ വീട്, ഞങ്ങളെ കുടുംബക്കാരെ വീടായിരുന്നു. എന്താണെന്നറിഞ്ഞൂടാ, എന്തിനാ ദൈവം ഞങ്ങളെങ്ങനെ പരീക്ഷിക്കുന്നത് മനസ്സിലാവണില്ല. ചോദിക്കരുത്. അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നത് നീ നിനക്ക് റബ്ബ് തന്ന അനുഗ്രഹങ്ങളോട് നീ എങ്ങനെ ഇടപെടുന്നു എന്നറിയാനാണ്. അതിനാ ജീവിതം, അതിനാ നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ ജീവിതത്തില്ല. 33 വയസ്സായ ഞാൻ ചിന്തിക്കുകയാണ്, 34 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനെവിടെ? അറിഞ്ഞൂടാ. അന്ന് എന്തായിരുന്നു ഞാൻ? പേരില്ല, എനിക്ക് മുഖമില്ല, അഡ്രസ്സില്ല, ഐഡന്റിറ്റി ഇല്ല. എന്നാൽ ഇന്നോ അവിടുന്ന് നിന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനറിയോ? ഇതൊക്കെ കാണിക്കും നിന്റെ മുമ്പിൽ. അതിൽ നീ എങ്ങനെ ഇടപെടുന്നു എന്നറിയാനാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ക്ഷമ 3 രംഗത്ത് വേണം. ക്ഷമ എന്ന് പറഞ്ഞാലേ പേരങ്കട്ടി ഇടിഞ്ഞു വീഴുമ്പോഴും വേണ്ടപ്പെട്ടലും മരിക്കുമ്പോഴും കാണിക്കണ ക്ഷമയല്ല. ക്ഷമ 3 ഉണ്ട്. അതിൽ ഒന്നേതറിയങ്ങൾ, ഒന്ന് അസ്സബ്റു അല ത്വാഅ, അല്ലാഹുവിൻ്റെ റസൂലിലൂടെ അള്ള പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ക്ഷമ. നിസ്കരിക്കാൻ ക്ഷമ വേണം, പള്ളിയിൽ വരാൻ ക്ഷമ വേണം, സദക്ക കൊടുക്കാൻ അത് വേണം, എല്ലാറ്റിനും വേണം. അവിടെ നിനക്ക് ക്ഷമ ഉണ്ടോയെന്നുള്ള നോക്കും. അതാണ് ഒന്നാമത്തെ ക്ഷമ. അത് നമ്മൾ വല്ലാത്ത ആൾക്കാർ, കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ക്ഷമ അസ്സബ്റു അലൽ മഅസിയ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമയാണ്. എല്ലാ സിറ്റുവേഷനും ഓക്കെയാണ് തിന്മ ചെയ്യാൻ ഇല്ല. എന്തേ കാരണം? ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബിനെ ഭയപ്പെടുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് സൗന്ദര്യത്തിൻ്റെ പ്രതീകമായിരുന്ന യൂസുഫ് നബി പറഞ്ഞ വാക്ക് ഇന്നി അഖാഫുല്ലാഹ്. അതും ഏതൊരാളും വീണു പോകുന്നൊരു സുന്ദരിയായ പെണ്ണിൻ്റെ മുന്നിലുള്ള സംസാരം ഇല്ല. ഒന്ന് കണ്ണടച്ച അവിടെ ആരും അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നി അഖാഫുല്ലാഹ്, അവിടെ ക്ഷമ വേണം. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരുണ്ടോ? പുകവലിക്കുന്നവരുണ്ടോ? അതുപോലെയുള്ള ശരീരത്തിന് ഹാനികരമായ വല്ലതും ഉപയോഗിക്കുന്നവരുണ്ടോ? തിന്മ ചെയ്യുന്നവരുണ്ടോ? തൻ്റെ ഭാര്യ അറിയാതെ അവളെ വഞ്ചിക്കുന്നുണ്ടോ? ഭർത്താവ് അറിയാതെ അദ്ദേഹത്തെ വഞ്ചിക്കുന്നുണ്ടോ? മക്കളെ ഏതെങ്കിലും രൂപത്തിൽ വഞ്ചിക്കുന്നുണ്ടോ? എങ്കിൽ അതിന്നൊക്കെ മാറി നിന്നോ. എന്തിനെ? സ്വർഗത്തിൽ പകരം തരും എനിക്ക് എൻ്റെ റബ്ബ് എൻ്റെ മനസ്സിനെ നിറയിപ്പിക്കുന്ന സന്തോഷങ്ങൾ. കാരണം സ്വർഗത്തെ പരിചയപ്പെടുത്തിയത് ഖുർറത്തു അയ്യുൻ, നിൻ്റെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ. അതൊരു പക്ഷേ അവിടെ കാണുന്നൊരു വറുസിൻ്റെ മണ്ണിൻ്റെ തരിയാകാം. സ്വർഗത്തിലെ മണ്ണിൻ്റെ പേര് വറുസുന്നാ. ഒരു തരിയാകാം. അത് കണ്ടടക്കുന്നതിൻ്റെ മനസ്സ് നിറയും. കാരണം 100 കാരുണ്യത്തിൽ നിന്ന് ഒന്നേ ഇങ്ങോട്ട് തന്നിട്ടുള്ളൂ. അതാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ. അതിൻ്റെ ഭാഗമാണ് ആര് വരെ? റഹ്മത്തുൽ ആലമീൻ എന്ന് പറഞ്ഞ നമ്മുടെ ജീവനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ആ ഒരു കാരുണ്യത്തിലാണ്. ബാക്കി 99 സ്വർഗത്തിലാണ്. ബാക്കി 99 സ്വർഗത്തിലാണ്. അതിനുവേണ്ടി അധ്വാനിക്കുക. ഇന്ന് വൈകുന്നേരത്തിൻ്റെ 5 മണിയിലേക്ക് മഗ്‌രിബിയിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് പോലും ഈ ഖുത്ബ പറയുന്നവ എനിക്ക് ഗ്യാരണ്ടി ഇല്ല. നിങ്ങൾക്കുണ്ടോ? ഉണ്ടാവില്ല. ഉണ്ടെന്ന് പറഞ്ഞാൽ നീ വിഡ്ഢിയാണ്. എന്നാൽ നിന്റെ അവസാനത്തെ ബെല്ല് മുഴങ്ങി നിന്നെ ഖബറിൽ കൊണ്ടുപോയി ചരിച്ച് കിടത്തുമ്പോൾ ഒരു 3/4 മണിക്കൂറിനുള്ളിൽ 2 മലക്കട വരും അല്ലേ? എന്തിനറിയോ? ഈ ചിന്തകൾ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിതമാകണം. 3ാമത്തേത് അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വയനാടുണ്ടായ പ്രശ്നങ്ങളൊക്കെ. അസ്സബ്റു അലൽ മസായിബ്, പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക. ഈ ക്ഷമയൊക്കെ വിശദീകരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയണ കാണാം, ഇതിലേറ്റവും കൂലിയുള്ള ക്ഷമ ഏതാണെന്നറിയാം നിങ്ങൾ? 2ാമത് പറഞ്ഞതാണ്. ഏത്? തിന്മ ചെയ്യാൻ എല്ലാ സാഹചര്യം ഉണ്ടായിട്ട് അതിന്ന് മാറി നിൽക്കുന്ന ക്ഷമയുണ്ടല്ലോ, ആ ക്ഷമക്ക് കൂലി കൂടുതലാണ്. എന്തേ കാരണം? ആ ഈമാനൊന്ന് കട്ടിയുള്ള ഈമാനാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയാണ്, പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കാൻ ആർക്കും പറ്റും, അത് ചിലപ്പോൾ കാഫറിനും പറ്റും.
വന്നുപോയി, ഇനി എന്താ ചെയ്യുക? കാഫിറിനും പറ്റും. പക്ഷെ അതിന് ഏറ്റവും നല്ല രൂപത്തിൽ ക്ഷമിക്കാർക്കേ കഴിയുള്ളൂ, വിശ്വാസിക്ക് കഴിയുള്ളൂ. ഈ ക്ഷമ എവിടെ ഉണ്ടോ നമ്മളെവിടെയും തളരൂല. ഇതാ ഇപ്പം ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ, കുടുംബമൊക്കെ ഓക്കെയാണ്, എല്ലാം റെഡിയാണ്, ജോലിയൊക്കെ ഓക്കെയാണ്. ഒരു സുപ്രഭാതത്തിൽ സഹോദരങ്ങളെ ഇതിന് നേരെ വിപരീതമായി പരീക്ഷണങ്ങൾ വരും. തകരരുത്, തളരരുത്. അവിടെ ഇസ്ലാം പറഞ്ഞത് എന്താണ്? ക്ഷമ എന്ന് പറയുന്ന ഒരു ചേരുവയെ ചേർക്കുക. സഹോദരങ്ങളെ, ഇസ്ലാം പരിഹാരം നൽകാത്ത ഒരു മേഖലയുമില്ല എന്ന് തിരിച്ചറിയുക. റബ്ബിലേക്ക് നമുക്ക് കൂടുതൽ മടങ്ങാം. അതിന് കാരണമാകട്ടെ ഈ സംഭവ വികാസങ്ങളെല്ലാം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ്. നന്മ എവിടെയുണ്ടോ അവിടെ നമ്മളുണ്ടാവുക, തിന്മ എവിടെയുണ്ടോ അവിടെ നമ്മൾ ഉണ്ടാകരുത്. എന്തിനു വേണ്ടി? മാല ഐനുൻ റഅത് വല ഊദുനുൻ സമഅത് വല ഖതറ അലാ ഖൽബി ബശരിൻ. നിന്റെ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും ഇതേവരെ കേൾക്കാത്ത, ഒരു മനസ്സുകൊണ്ടും ഇതേവരെ വിഭാവനം ചെയ്യാൻ കഴിയാത്ത സ്വർഗീയ രാമങ്ങളിലേക്ക് നമുക്ക് കടക്കണം. അതിനുവേണ്ടി സഹോദരങ്ങളെ ക്ഷമിക്കുക. അള്ളാഹു നമുക്കെല്ലാം ഈമാനിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. താങ്ങാൻ കഴിയാത്ത വലിയ വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ സമൂഹത്തെയും ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ രോഗികളുണ്ട്, അള്ളാഹു ഷിഫ ഉൻ ആജില നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വലിയ രോഗങ്ങളിൽ നിന്ന്, വലിയ വലിയ സാമ്പത്തിക കെടുതികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. വയനാടിൻ്റെ മണ്ണിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം, ഏറ്റവും വലിയ നന്മ അവർക്ക് വേണ്ടി കരുത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ആ നാട്ടുകാർക്ക് ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ നാടിനെ, സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഴ മൂലമുണ്ടാകുന്ന എല്ലാവിധ കെടുതികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമൂഹത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.